ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മകളുമായി കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആഘോഷത്തിന്റെ ഭാഗമായി പെരുന്നാൾ വിപണിയും തിരക്കിലമർന്നു കഴിഞ്ഞു. വിവരങ്ങളുമായി റമീസ് ചേരുന്നുണ്ട്. റമീസ്, ഗുഡ് മോർണിംഗ്. ബലിപെരുന്നാൾ കേരളത്തിൽ നാളെയാണ് ആഘോഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള തിരക്കുകൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. വിപണികളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്? പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ അതിൻ്റെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണല്ലോ ഉള്ളത്. പ്രിയ, ഗുഡ് മോർണിംഗ്. പ്രിയ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വടക്കൻ കേരളവും, പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ പ്രധാന ഒരു പർച്ചേസിങ് സ്ഥലമായ മിഠായി തെരുവൊക്കെയും തന്നെ അവിടെയൊക്കെയും തന്നെ പെരുന്നാൾ വിപണിയിൽ വലിയ രീതിയിലുള്ള തിരക്ക് ദിവസങ്ങളായി തുടരുകയാണ്. ഇന്നത് കൂടും, കാരണം നാളെയാണ് പെരുന്നാൾ. പ്രധാനമായും പുതുവസ്ത്രങ്ങളും കൂടാതെ മെഹന്തിയുമൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ്. കൂടാതെ മാംസ വിപണിയും ഒക്കെയും തന്നെ വലിയ തിരക്കിലാണ്. പക്ഷേ ഈ ഒരു ട്രോളിംഗ് നിരോധനമൊക്കെയും കാരണമായി മത്സ്യവിപണിയിലൊക്കെ തന്നെ പൊള്ളുന്ന വിലയാണ്. ഇത് നമ്മുടെ പെരുന്നാളിനെ വലിയ രീതിയിൽ ആ ഒരു പൊള്ളിക്കും എന്നുണ്ടെങ്കിലും ആഘോഷത്തിനും ആഹ്ലാദത്തിനൊന്നും യാതൊരു കുറവും വരുത്താതെ എല്ലാവരും തന്നെ ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. രമേശ്, ഈ വിപണികളിലൊക്കെ എത്രത്തോളം ആളുകളുടെ ഒരു തിരക്ക് ഇന്ന് പ്രതീക്ഷിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. എങ്കിലും നാളെ പെരുന്നാൾ വരുന്നത് കൊണ്ട് എല്ലാ രീതിയിലുമുള്ള സന്നാഹം കടകളിലും വ്യാപാരികളും ഒക്കെ എടുത്തിട്ടുണ്ടോ? അവർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഈ ഒരു വലിയ രീതിയിലുള്ള തിരക്ക് മുൻവർഷങ്ങളിലേക്കാൾ ഉപരിയായി വലിയ തിരക്ക് ഇപ്പോഴും നമ്മുടെ മിഠായി തെരുവിലും കോഴിക്കോടിൻ്റെ മാർക്കറ്റുകളിലൊക്കെയും തന്നെ വളരെ സജീവമായി തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടതാണ്. നമ്മുടെ തെരുവുകളിലും അതുപോലെ തന്നെ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഈ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിപണി വില ബാധിക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെയും തന്നെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ആളുകൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് ബലിപെരുന്നാൾ എന്ന് പറയുന്നത് കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ആത്മസമർപ്പണത്തിൻ്റെ ഒക്കെയും തന്നെ ഒരു ഓർമ്മ പുതുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉള്ള സന്നദ്ധ സേവനത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയും തന്നെ ആളുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എന്തായാലും കേരളത്തിൽ ബലിപെരുന്നാൾ നാളെയാണ് ആഘോഷിക്കുന്നത്. അതിന് മുന്നോടിയായി വിപണികളൊക്കെ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ കോഴിക്കോടൊക്കെ മിഠായി തെരുവൊക്കെ അതിന് എല്ലാ രീതിയിലും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. വിപണിയിൽ വില വർധനവൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ തന്നെ ആളുകൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വ്യാപാരികളും. അതിൻ്റെ വിവരങ്ങളാണ് തന്നത്.